Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ പ്ലാൻ കിങ്ഡം ചാപ്റ്റർ 3 ക്ലാസ് 11th ചാപ്റ്റർ 3 ആയ പ്ലാൻ കിങ്ഡത്തിന്റെ NCERT എക്സാംപ്ലർ ചെയ്യാൻ പോവാണ്. ആൻഡ് NCERT എക്സാംപ്ലറിൽ ഫസ്റ്റ് MCQ സോൾവ് ചെയ്യാണ്. ആൻഡ് അത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുണ്ട് ഈ ചാപ്റ്ററിനെ പറ്റി. അതായത് മെയിൻ സാധനങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത്, നമ്മുടെ എക്സാമ്പിൾസും NCERT തന്ന ഡയഗ്രാം അറിഞ്ഞിരിക്കണം. അപ്പോ ഇതിൽ NCERT എക്സാംപ്ലറിൽ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫ്രോണ്ട് സ്റ്റൈപ്പ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഏത് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ കാണുന്നതാണ് ആൻഡ് അത് ഏതിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിരുന്നു. അപ്പോ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഇത് ഏതാണ്? ഇത് നമ്മുടെ ഫ്രോണ്ട് സ്റ്റൈപ്പ് അല്ലെങ്കിൽ ഫ്രോണ്ട് ഹോൾഡ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഫ്രോണ്ട് സ്റ്റൈപ്പ് ഹോൾഡ് ഫാസ്റ്റ്. ഈ മൂന്നെണ്ണം കാണുന്നത് ബ്രൗൺ ആൽഗയിലാണ്. ഇനി ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. എങ്ങനെ കൊളോണിയൽ ആൽഗി എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ഫിലമെന്റ് സ്ട്രക്ചറിൽ കാണുന്നത് ആരാണ്? അല്ലെങ്കിൽ എന്താ ഫ്രോണ്ട് ഈ ഡയഗ്രാം, അതായത് ഈ റെഡ് ആൽഗേന്റെ പോർഫൈരിയ മാർക്ക് ചെയ്തിട്ട് ഫ്രോണ്ട് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ലേബൽ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് പറ്റണം. ആൻഡ് മെയിൻ ആക്സിസ് ബ്രാഞ്ചസ്, ഈ മെയിൻ ആക്സും ബ്രാഞ്ചസും കാണുന്ന റെഡ് ആൽഗ ഏതാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം? പോളിസിഫോണിയ എന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഇതേപോലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രത്തിന്റെ സെറ്റാണ് ബ്രയോഫൈറ്റ്സിന്റെ ലിവർ വേർഡ്സിന്റെയും മോസസിന്റെയും ഡയഗ്രാംസ്. ഇതില് ഫസ്റ്റ് തന്നിരിക്കുന്ന ഡയഗ്രാം എന്താണ്? നമ്മുടെ ലിവർ വേർഡ് ആയ എക്സാമ്പിൾ തന്നിരിക്കുന്ന മാർക്ക് ആൻഷിയുടെ ഫീമെയിൽ താലസും മെയിൽ താലസും ആണ്. ഇനി ഇത് ഫീമെയിൽ താലസ് മെയിൽ താലസിനെ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു? ഈ ആർക്കിഗോണിയോഫോറിന്റെ സ്ട്രക്ചർ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ബാക്കിയൊക്കെ എങ്ങനെയാണ്? മെയിലും ഫീമെയിലും സെയിം ആണ്. ആൻഡ് ഫീമെയിലിന് ആർക്കിഗോണിയോഫോർ എന്നാണ് കാണുക, ആൻഡ് മെയിലിന് ആന്ത്രീഡിയോഫോർ എന്നാണ് കാണുക. ഇനി ഈ സ്ട്രക്ചറലി എങ്ങനെ ഡിഫറെന്റ് എന്നും അറിഞ്ഞിരിക്കണം. അതായത് ഇതിന് ഓരോ എതൾ പോലെയാണ് കാണുന്നത്. ഇതൊരു ഡിഫ്യൂസ് ആയിട്ടൊരു ഒരൊറ്റ സ്ട്രക്ചർ പോലെ കണ്ടാൽ തോന്നും. ഇനി താഴെ തന്നിരിക്കുന്ന എന്താ? സി തന്നിരിക്കുന്നത് മോസസ്, അതായത് ഫ്യൂണേറിയന്റെ ഗാമിറ്റോഫൈറ്റും സ്പോറോഫൈറ്റും തന്നിട്ടുണ്ട്. ഇനി ഫ്യൂണേറിയന്റെ സ്പോറോഫൈറ്റിന്റെ പാർട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ എന്താ പറയും? ക്യാപ്സ്യൂൾ, സീറ്റ, ലീവ്സ്. ഇനി ഫ്യൂണേറിയന്റെ അതേ സാധനത്തിന്റെ ഗാമിറ്റോഫൈറ്റ് എന്താന്ന് വെച്ചാൽ ഗാമിറ്റോഫൈറ്റിൽ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റണം? മെയിൻ ആക്സും റൈസോയിഡ്സും. ഇനി റൈസോയിഡ്സ് എന്താണെന്ന് അറിയാലോ? എന്താണ്? റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതായത് എക്സാക്ട് റൂട്ട് അല്ല, റൂട്ടിനെ പോലത്തെ സ്ട്രക്ചർ. ഇനി തന്നിരിക്കുന്ന എന്താണ്? സ്ഫാഗ്നം. ഇനി ഗാമിറ്റോഫൈറ്റിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്? ആന്ത്രീഡിയൽ ബ്രാഞ്ച്, അതർ ബ്രാഞ്ചസ് ആൻഡ് ആർക്കിഗോണിയൽ ബ്രാഞ്ച്. ഇനി ആർക്കിഗോണിയൽ ബ്രാഞ്ചും ആന്ത്രീഡിയൽ ബ്രാഞ്ചും ലേബൽ ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെ ലേബൽ ചെയ്യും? അതായത് ഈ സ്റ്റോക്കിന്റെ ലോങ് കാണുന്ന എന്താണ്? ആർക്കിഗോണിയൽ ബ്രാഞ്ച്, ആൻഡ് ഈ അറ്റത്ത് എതൾ പോലെ അഗൈൻ കാണുന്നത് ആന്ത്രീഡിയൽ ബ്രാഞ്ച്. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി ഒരു കാര്യം റിവൈസ് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിന്റെ ഗാമിറ്റോഫൈറ്റും. നമുക്കറിയാം ഗാമിറ്റോഫൈറ്റ് എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് നേച്ചർ ആയിരിക്കും. ആൻഡ് അതിന് സ്പോറോഫൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ആവുന്ന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആവുന്ന ആ ഒരു ഫിനോമിനെ പറയുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി അത് ഏതൊക്കെ ത്രൂ ആണ് പോകുന്നത്? നമുക്കറിയാം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് ഗാമിറ്റ്സ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം ഗാമിറ്റ്സ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ് അഗൈൻ. ഇനി ഗാമിറ്റ് ഫ്യൂസ് ചെയ്ത് 2n, അതായത് ഡിപ്ലോയിഡ് ആയ സൈഗോട്ട് ഉണ്ടാവുന്നു. ഇനി മൈറ്റോസിസ് വഴി സൈഗോട്ട് എന്തുണ്ടാക്കുന്നു? സ്പോറോഫൈറ്റ് വിച്ച് ഇസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ, അതുണ്ടാക്കി. ഇനി സ്പോറോഫൈറ്റ് അണ്ടർഗോസ് മിയോസിസ്, ആൻഡ് മിയോസിസ് ഉണ്ടാക്കി സ്പോർസ് ഉണ്ടാക്കി. ആൻഡ് അഗൈൻ ഈ സ്പോർ എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. ഇനി ഈ സ്പോർ അഗൈൻ ടെർമിനേറ്റ് ചെയ്ത് അഗൈൻ നമുക്ക് ഗാമറ്റോഫൈറ്റ് കിട്ടും. ഈ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും തമ്മിലുള്ള ട്രാൻസിഷന് അല്ലെങ്കിൽ ഓൾട്ടർനേഷന് നമ്മൾ വിളിക്കുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ പോയിന്റ് എന്താണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർം. ഇത്രയും കാര്യത്തിലുള്ള ഡിഫറൻസസ് വേണ്ടി എന്തൊക്കെയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് MCQയിലേക്ക് ഡയറക്റ്റ്ലി കടക്കാം. എങ്ങനെയാണ്? അതിലെ ഫസ്റ്റ് പോയിന്റ് ആൽഗെ ഹാബിറ്റാറ്റ് എവിടെയാണ്? അക്വാട്ടിക്കിലാണ് കാണുന്നത്. ആൻഡ് ഫസ്റ്റ് വെള്ളത്തിൽ നിന്ന് ഡയറക്ട്ലി ടെറസ്ട്രിയലി നമുക്ക് കാണാൻ സാധിച്ച ഏതാണ്? ബ്രയോഫൈറ്റ്സ് ആണ്.
ഇനി ടെറിഡോഫൈറ്റ്സ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സക്സസ്ഫുൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അതെന്താണ് സക്സസ്ഫുൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ബ്രയോഫൈറ്റ്സിന് എങ്ങനെയാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് വിളിച്ചത്. അവർക്ക് എന്തിന്റെ സഹായമാണ്? വെള്ളം ഇല്ലാണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പോ ദേ നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോ അവർക്ക് എങ്ങനെയാ ഫസ്റ്റ് സക്സസ്ഫുൾ ടെറസ്ട്രിയൽ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ ഡിപെൻഡന്റ് ഓൺ വാട്ടർ സോഴ്സസ് ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഫസ്റ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു ടെറിഡോഫൈറ്റിനെ. ജിംനോസ്പെർമും ആൻജിയോസ്പെർമും അഗൈൻ എങ്ങനെയായി? ടെറസ്ട്രിയൽ ആയി. ആൻഡ് ആൻജിയോസ്പെർം ഇത് മോസ്റ്റ് അഡ്വാൻസ്ഡ്. എങ്ങനെ കണ്ടു? അത് ടെറസ്ട്രിയൽ അല്ലെങ്കിൽ വാട്ടർ അക്വാട്ടിക്കിലും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഓരോന്നിന്റെയും ഡോമിനന്റ് ഫേസ് ഏതാന്ന് വെച്ചാൽ എന്ത് പറയണം? ഡോമിനന്റ് ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ എന്താന്ന് വെച്ചാൽ എന്ത് പറയണം? നമുക്കറിയാം ആൽഗേല് എങ്ങനെയാണ്? ആൽഗേല് ഗാമിറ്റോഫൈറ്റ് ആണ് ഡോമിനന്റ് ഫേസ്. ആൻഡ് ആദ്യം ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗാമിറ്റോഫൈറ്റ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ഇൻ നേച്ചർ ആണ്. ഇനി ബ്രയോഫൈറ്റ്സിൽ എങ്ങനെയാ? സെയിം ഗാമിറ്റോഫൈറ്റ് ആണ്. ഗാമിറ്റോഫൈറ്റ് ആണ് എന്ത്? ഡോമിനന്റ് ഫേസ്. ഇതും അഗൈൻ ആണ്. ഇനി സ്പോറോഫൈറ്റ്സ് ബാക്കി മൂന്നെണ്ണത്തിലും സ്പോറോഫൈറ്റ്സ് ആണ് എങ്ങനെ? ഡോമിനന്റ് ആയിട്ട്. നമുക്ക് ഫേസ് ആയ ഗാമിറ്റോഫൈറ്റിന്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹാലോയിഡ് ആൻഡ് യൂണിസെല്ലുലാർ ആണ്. ആൻഡ് അവരുടെ സെക്സ് ഓർഗൻസ് എങ്ങനെയാണ്? നോൺ ജാക്കറ്റഡ് സെക്സ് ഓർഗൻസിന്റെ അവർക്ക്. ആൻഡ് അവരുടെ ഫോട്ടോസിന്തസിസ് നടക്കും. ഇനി ഇതേമാതിരി ബ്രയോഫൈറ്റ്സിന്റെ ഡോമിനന്റ് ഫേസ് ആയ ഗാമിറ്റോഫൈറ്റിന് എന്തൊക്കെ പ്രത്യേകതകൾ കാണാൻ പറ്റും? അതായത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സെല്ലുലാരിറ്റിയിൽ നമുക്ക് കാണാം. എങ്ങനെ? ഇവര് മൾട്ടി സെല്ലുലാർ ആണ് ആൻഡ് ഫ്രീ ലിവിംഗ് ആണ്. അത് ജസ്റ്റ് ഒന്ന് പറയാം, ഫ്രീ ലിവിംഗ് ആണ്. ഇനി മെയിൻ ഡിഫറൻസ് ഏതിലാണ് കിടക്കുന്നത്? മൾട്ടി സെല്ലുലാറും ജാക്കറ്റഡ് ഓർഗൻസും ആണ്. ആൻഡ് ഈ ജാക്കറ്റഡ് ഓർഗൻസ് നമ്മൾ എങ്ങനെ വിളിച്ചു? ഫീമെയിലിനെ ആർക്കിഗോണിയം എന്നും മെയിലിനെ ആന്ത്രീഡിയം എന്നും വിളിച്ചു. അപ്പോ ആൽഗെ കഴിഞ്ഞു, ബ്രയോഫൈറ്റ് കഴിഞ്ഞു. ഇനി ടെറിഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെം മൂന്നെണ്ണത്തിന്റെയും സ്പോറോഫൈറ്റ് ആണ് ഡോമിനന്റ് ആൻഡ് ദേ ആർ ഫ്രീ ലിവിംഗ്. ഇനി ഡോമിനന്റ് ഫേസ് അല്ലാത്ത നോൺ ഡോമിനന്റ് ഫേസ് ഏതാണ്? ആൽഗേല് ഏതാണ്? സ്പോറോഫൈറ്റ് ആണ്. ആൻഡ് ബ്രയോഫൈറ്റിനും അഗെയിൻ സ്പോറോഫൈറ്റ് ആണ്. ഇനി ഓരോ സ്പോറോഫൈറ്റിന്റെയും പ്രത്യേകത അല്ലെങ്കിൽ ഡിഫറൻസ് എങ്ങനെയാണ്? എങ്ങനെ? ആൽഗേന്റെ സ്പോറോഫൈറ്റ് യൂണിസെല്ലുലാർ ആണ്. ആ ഒരൊറ്റ കാര്യം നമുക്ക് ആൽഗേന്റെ സ്പോറോഫൈറ്റ്സിൽ പറയാനുള്ളൂ. ഇനി ബ്രയോഫൈറ്റ്സിന്റെ നോൺ ഡോമിനന്റ് ഫേസ് ആയ സ്പോറോഫൈറ്റ് എങ്ങനെയാണ്? ഡിപ്പെൻഡന്റ് ആണ് ഓൺ ദി ഗാമിറ്റോഫൈറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ എന്ന് നമുക്ക് ലേബിളിൽ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു ആ ഡയഗ്രത്തിൽ. എങ്ങനെ? ഈ മോസായ ഫ്യൂണേറിയന്റെ ഈ സ്പോറോഫൈറ്റ് എങ്ങനെയാണ്? അതായത് ഇവരുടെ ഡോമിനന്റ് ഫേസ് ഗാമിറ്റോഫൈറ്റ് ആണ്. ഈ ഗാമിറ്റോഫൈറ്റിൽ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമുക്ക് എന്തിനെ കണ്ടത്? സ്പോറോഫൈറ്റ് കണ്ടത്. ആൻഡ് ഈ സ്പോറോഫൈറ്റ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ടെറിഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെം മൂന്നിന്റെയും നോൺ ഡോമിനന്റ് ഗാമിറ്റോഫൈറ്റ് ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ടെറിഡോഫൈറ്റിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഗാമിറ്റോഫൈറ്റ് ഫ്രീ ലിവിംഗ് ആണ്, ഫോട്ടോസിന്തസിസ് നടത്തും, മൾട്ടി സെല്ലുലാർ ആണ് ആൻഡ് ജാക്കറ്റഡ് സെക്സ് ഓർഗൻസ് ഉണ്ട്. അപ്പോ ബ്രയോഫൈറ്റ്സിന്റെയും ടെറിഡോഫൈറ്റ്സിന്റെയും മറ്റേ സെക്സ് ഓർഗൻസ് ജാക്കറ്റഡ് ആണെന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അവർക്ക് രണ്ടുപേർക്കും സെക്സ് ഓർഗൻസ്, അതായത് ഗാമിറ്റോഫൈറ്റിൽ കാണുന്ന സെക്സ് ഓർഗൻസ് ജാക്കറ്റഡ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ടെറിഡോഫൈറ്റിന്റെ നോൺ ഡോമിനന്റ് ഫേസ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി അതർ ഫേസ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ഡിപ്പെൻഡന്റ് അല്ല, ഫ്രീ ലിവിംഗ് ആണ്. അതായത് ആദ്യം നമുക്ക് എന്തറിയണം? ടെറിഡോഫൈറ്റിന്റെ നോൺ ഡോമിനന്റ് ഫേസ് ഏതാണെന്ന് അറിയണം. ഏതാണ് ഇവിടെ നോൺ ഡോമിനന്റ് ഫേസ് ആയിട്ട് കാണുന്നത്? ഗാമിറ്റോഫൈറ്റ്. ആൻഡ് ഈ ഗാമിറ്റോഫൈറ്റ് ഡിപ്പെൻഡന്റ് ആണോ ഓൺ സ്പോറോഫൈറ്റ്? നോ. അപ്പൊ എങ്ങനെയാണ്? അവർ ഫ്രീ ലിവിംഗ് ആണ്. ഇതേ സാധനം ബ്രയോഫൈറ്റ് ചോദിച്ചാൽ എന്ത് പറയും? ബ്രയോഫൈറ്റിന്റെ നോൺ ഡോമിനന്റ് ഫേസ് ആയ സ്പോറോഫൈറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ഗാമിറ്റോഫൈറ്റ്. ഇനി ജിംനോസ്പെർമിന്റെയും ആൻജിയോസ്പെർമിന്റെയും എടുത്തു നോക്കിയാൽ നമ്മൾ എന്ത് കണ്ടു? രണ്ടിന്റെയും എങ്ങനെ? ഗാമിറ്റോഫൈറ്റ്സ് റെഡ്യൂസ്ഡ് ആണ് ആൻഡ് ദേ ആർ നോട്ട് ഫ്രീ ലിവിംഗ് ആൻഡ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ സ്പോറോഫൈറ്റ്. അപ്പോ ടെറിഡോഫൈറ്റിന്റെ ഡിപ്പെൻഡന്റ് അല്ല, പക്ഷെ ജിംനോസ്പെർമും ആൻജിയോസ്പെർമിന്റെയും ഡിപ്പെൻഡന്റ് ആണ് ഓൺ സ്പോറോഫൈറ്റ്. ഇനി വാസ്കുലർ സിസ്റ്റം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ വാസ്കുലർ സിസ്റ്റം എങ്ങനെയാണ്? നമുക്കറിയാം ആൽഗേക്കും ബ്രയോഫൈറ്റിനും വാസ്കുലർ സിസ്റ്റം ഇല്ല. ഫസ്റ്റ് വാസ്കുലാരിറ്റി കണ്ടു തുടങ്ങിയത് തന്നെ ടെറിഡോഫൈറ്റ്സ് ആണ്. ആൻഡ് അവർക്ക് സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. സൈലമിന് അഗൈൻ ഡിഫറൻഷിയേഷൻ നടന്ന് ട്രക്കീഡ്സും വെസൽസും കാണാം. ഫ്ലോയത്തിൽ എങ്ങനെ? സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും കാണാം.
ഇനി ഈ ട്രക്കീറ്റ്സും വെസൽസും സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും ഏതിലൊക്കെ കാണാം അത് നമ്മൾ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം. ഈ മൂന്നെണ്ണം ഒരുമിച്ച് കൊടുക്കാൻ കാരണം മൂന്ന് പേർക്കും വാസ്കുലാരിറ്റി ഉള്ളതുകൊണ്ട്. ഇനി ട്രക്കീറ്റ്സ്, സൈലത്തിന്റെ ഫസ്റ്റ് ഫോമായ ട്രക്കീറ്റ്സ് മൂന്നെണ്ണത്തിലുണ്ട്. അതായത് ടെറിഡോഫൈറ്റും ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും ഉണ്ട്. ഇനി ബാക്കിയുള്ള വെസൽസും സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും ഏതിൽ മാത്രമേ ഉള്ളൂ? നമുക്ക് ആൻജിയോസ്പെർമിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ പഠിക്കണം? ആൻജിയോസ്പെർമില് ഈ മൂന്നെണ്ണം ഉണ്ട്. ആൻജിയോസ്പെർമിൽ ആക്ച്വലി എല്ലാം പ്രസന്റ് ആണ്. പക്ഷെ ടെറിഡോഫൈറ്റും ജിംനോസ്പെർമിലും എങ്ങനെ വെസൽസും സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും ഇല്ല. ഇനി സ്പോർ ഫോർമേഷൻ എങ്ങനെയാണ്? ആദ്യത്തെ രണ്ടെണ്ണം കംപ്ലീറ്റ്ലി ഹോമോസ്പോറസ്. ഇനി ടെറിഡോഫൈറ്റ്സ് മോസ്റ്റ്ലി ഹോമോസ്പോറസ്. ഇനി ജിംനോസ്പെർമും ആൻജിയോസ്പെർമും ഹെട്രോസ്പോറസ് ആണ്. ഇനി സൈഡിൽ ഒരു കുഞ്ഞു ടേബിളും കൂടി. എങ്ങനെ? ജിംനോസ്പെർമിന്റെ മെയിൽ ഗാമിറ്റ് എന്താണ്? പോളൻ. ഫീമെയിൽ ഗാമിറ്റ് എൻഡോസ്പെർം എന്ന് വിളിക്കും. ഇനി ആൻജിയോസ്പെർമിന്റെ എങ്ങനെയാ? പോളൻ ഗ്രെയിൻ ആണ്. ആൻഡ് ഫീമെയിൽ ഗാമിറ്റ് എംബ്രിയോ സാക്ക് എന്നാണ് വിളിക്കാം. ആൻഡ് ആൻജിയോസ്പെർംസിൽ നമുക്കറിയാം എങ്ങനെ എൻഡോസ്പെർം ഒരു ട്രിപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. ആൻഡ് വിച്ച് കംസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അതായത് ട്രിപ്പിൾ ഫെർട്ടിലൈസേഷൻ നടന്ന് ലാസ്റ്റ് വരുന്ന സ്ട്രക്ചർ ആണ് ഏത്? എൻഡോസ്പെർം. ആൻഡ് അഗൈൻ ഇറ്റ് ഇസ് ട്രിപ്ലോയിഡ്. അതായത് എൻഡോസ്പെർം ട്രിപ്ലോയിഡ് ആണ് ഏതില്? ഇൻ ആൻജിയോസ്പെർം. പക്ഷെ ജിംനോസ്പെർമിൽ എൻഡോസ്പെർം എങ്ങനെയാണ്? ഫീമെയിൽ ഗാമിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ MCQലേക്ക് കടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൈനോ ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് അണ്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതില് ഓപ്ഷൻ എ പ്രോട്ടിസ്റ്റ, ഓപ്ഷൻ ബി പ്ലാന്റ്, ഓപ്ഷൻ സി മൊനീറ, ഓപ്ഷൻ ഡി ആൽഗെ. ഇതിലെങ്ങനെയാണ്? നമുക്കറിയാം പ്രോട്ടിസ്റ്റയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? യൂണിസെല്ലുലാറായ യൂക്കറിയോട്സ് മാത്രമാണ് പ്രോട്ടിസ്റ്റയിൽ കാണാൻ പറ്റാം. ആൻഡ് പ്ലാന്റയിൽ നമുക്ക് എങ്ങനെയാണ്? എല്ലാവരും യൂക്കറിയോട്ടിക് ആയ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും. അതായത് പ്ലാന്റയിലെ എല്ലാ മെമ്പേഴ്സിനും എങ്ങനെ? യൂക്കറിയോട്ടിക് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ഓർഗാനിസംസ് ആയിരിക്കും. ആൻഡ് അവര് ഓട്ടോട്രോഫിക്കും കൂടിയാണ്. ഇനി ആൽഗെ എങ്ങനെയാണ്? ആൽഗെ പ്ലാന്റൈന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആണ്. അതായത് പ്ലാന്റൈന്റെ ഉള്ളിൽ വരുന്ന ഫസ്റ്റ് ഒരു ഡിവിഷൻ ആണ് ആൽഗെ. ഇനി ബാക്കി വരുന്നത് എന്താ? മൊനീറ. അപ്പൊ ഏതായിരിക്കും ആൻസർ? മൊനീറ. ആൻഡ് അഗൈൻ സൈനോ ബാക്ടീരിയ നമ്മൾ ഏതിന്റെ താഴെയാണ് പഠിച്ചത്? കിങ്ഡം മൊനീറയിലാണ് പഠിച്ചത്. ഒന്നുകിൽ നമുക്ക് ഡയറക്ട്ലി മൊനീറ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റൂൾ ഔട്ട് ചെയ്തും ആൻസർ കണ്ടുപിടിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്യൂഷൻ ഓഫ് ടു motile gametes which are dissimilar in size is termed as. ഡിസിമിലർ ഇൻ സൈസിനെ, അതായത് സൈസ് സിമിലർ അല്ലാത്ത രണ്ട് മോട്ടൈൽ ഗാമെറ്റ്സിനെ ഫ്യൂഷൻ നടത്തിയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിലെങ്ങനെയാണ്? നമുക്കറിയാം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? പഠിച്ചത് ഐസോഗാമി, അനൈസോഗാമി ആൻഡ് ഊഗാമി എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഐസോഗാമില് നമുക്കറിയാം എന്ത്? അതായത് ഫ്യൂഷൻ നടക്കുന്ന രണ്ട് സ്ട്രക്ചറും എങ്ങനെയായിരിക്കും? അവര് സിമിലർ ആയിരിക്കും. അതായത് അവര് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഇതില് നൈസോഗാമിയിൽ എങ്ങനെയാണ്? അവര് ഡിസിമിലർ ആയിരിക്കും. ആൻഡ് ഊഗാമിയിൽ എങ്ങനെയാണ്? ഒരു ലാർജ് ഇമ്മോട്ടൈൽ ഫീമെയിൽ ഗാമിറ്റും ഒരു സ്മോൾ ചെറിയ മോട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗാമിറ്റും കൂടി ഫ്യൂഷൻ നടക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഊഗാമി എന്ന് വിളിക്കും. ആൻഡ് സിമിലർ ആയതിന് സിമിലർ ഗാമിറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഐസോഗാമി. ആൻഡ് ഡിസിമിലർ ആയതിന് അനൈസോഗാമി. ഇനി ഈ മൂന്നെണ്ണത്തിന്റെ ഡിഫറൻസ് ഞാനൊരു ടേബിളിലാക്കി പറയുകയാണെങ്കിൽ അനൈസോഗാമി, ഐസോഗാമി, ഊഗാമി. ഇനി ഇതിലെ ഗാമീറ്റ്സ് എങ്ങനെയാണ്? ഡിസിമിലർ. ഐസോഗാമിയിൽ എങ്ങനെയാണ്? സിമിലർ സൈസസ് ആണ്.
ഇനി ഊഗാമില് മേലെ പറഞ്ഞ പോലെ തന്നെ ലാർജ് ഇമ്മോട്ടൈൽ ഫീമെയിലും പ്ലസ് ഏതിനുമായിട്ട് ഫ്യൂസ് ചെയ്യും? സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമിറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിച്ചു? ഊഗാമി എന്ന് വിളിച്ചു. ഇനി അടുത്ത ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ഇതിന്റെ മെയിലും ഫീമെയിലും ഗ്യാമിറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ മെയിലും ഫീമെയിലും ഗ്യാമിറ്റ്സ് എങ്ങനെയായിരിക്കും? അവര് ഡിസിമിലർ ആയിരിക്കും. ആൻഡ് ഐസോഗാമിയില് പക്ഷെ എന്താണ്? ഈ മെയിലും ഫീമെയിൽ ഗ്യാമിറ്റ്സും സിമിലർ ആയതുകൊണ്ട് തന്നെ നോട്ട് ഡിസ്റ്റിംഗ്വിഷബിൾ, അതായത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതില് ഡിസിമിലർ ഇൻ സൈസ് എന്ന് പറഞ്ഞു. ഇനി ഈ മെയിലോ ഫീമെയിലോ ഗ്യാമിറ്റ്സ് എങ്ങനെയായിരിക്കും? ഐദർ ഒരു ഫീമെയിൽ ഗ്യാമിറ്റും ഒരു മെയിൽ ഗ്യാമിറ്റും ഇവര് ഐദർ മോട്ടൈൽ ഓർ ഇമ്മോട്ടൈൽ. ഇതിലും എങ്ങനെയാണ്? ഐദർ മോട്ടൈൽ ഓർ ഇമ്മോട്ടൈൽ. ഇതിന് നമുക്കറിയാം എങ്ങനെ? ഫീമെയിൽ ഗാമിറ്റ് ഇമ്മോട്ടൈലും മെയിൽ ഗാമിറ്റ് മോട്ടൈലും ആണ്. ഇത് ഇനി എവിടെയാണ് കാണുന്നത്? അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. എവിടെയാണ്? ചില ഫംഗയിൽ നമുക്ക് അനൈസോഗാമി കാണാൻ പറ്റും. ഇനി അതുകൂടാണ്ട് ചില ഹയർ ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾ വെർട്ടിബ്രേറ്റ്സ്. ഇനി ഐസോഗാമി അതായത് സിമിലർ സൈസ് ഏതിലൊക്കെ കാണാൻ പറ്റും? ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഇതിന്റെ ക്ലമൈഡോമോണസ്. നമുക്കറിയാം ക്ലമൈഡോമോണസ് എന്താണ്? ഒരു യൂണി സെല്ലുലാർ ആൽഗയാണ്. ജസ്റ്റ് ബ്രാക്കറ്റിൽ ഇടാം, യൂണി സെല്ലുലാർ ആൽഗയാണ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മോണോസിസ്റ്റിസ്. ഈ മോണോസിസ്റ്റിസ് എന്താണ്? ഒരു പ്രോട്ടോസോൺ ആണ്. ഇനി ഊഗാമി അതായത് മെയില് ചെറിയ മോട്ടൈൽ ആയിട്ടുള്ള, ഫീമെയിൽ ലാർജ് ഇമ്മോട്ടൈൽ ആയിട്ടുള്ള ഏതൊക്കെ കാണാൻ പറ്റും? ഹയർ ഗ്രൂപ്പ്സ് ഓഫ് ആൽഗെ ലൈക്ക് വോൾവോക്സ്, ഈഡിഗോണിയം. ഇനി ചില ബ്രയോഫൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഊഗാമി. ചില ഫേൺസിൽ നമുക്ക് കാണാൻ പറ്റും, ജിംനോസ്പെർംസിൽ കാണാൻ പറ്റും, പ്രോട്ടിസ്റ്റിൽ കാണാൻ പറ്റും, ആൻഡ് ആനിമൽസിലും കാണാൻ പറ്റും. അപ്പോ നമ്മളിപ്പോ എന്ത് പഠിച്ചു? ഐസോഗാമി ആൻഡ് ഊഗാമി തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫ്യൂഷൻ ഓഫ് ടു മോട്ടൈൽ ഗാമിറ്റ്സ് വിച്ച് ആർ ഡിസിമിലർ ഇൻ സൈസ്. ഈ ഡിസിമിലറിൽ തന്നെ നമുക്ക് ഏത് ആൻസർ കിട്ടി? ആൻസർ ഐസോഗാമി ആണെന്ന് മനസ്സിലായി. ബാക്കിയുള്ള ടേംസ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു? ഡിസ്കസും ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്ലാന്റ് ബോഡി ഇൻ കേസ് ഓഫ് ഡാഷ്. ഇനി റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗി ആണോ, ക്ലോറോഫൈസി അല്ലെങ്കിൽ ഗ്രീൻ ആൽഗി ആണോ, തിയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗി ആണോ? ഇതിന്റെ ഡയഗ്രമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഫ്രോണ്ട്, സ്റ്റൈപ്പ് ആൻഡ് ഹോൾഡ് ഫാസ്റ്റ്. ഇത് ഏതിലാണ് നമ്മൾ കണ്ടത്? ബ്രൗൺ ആൽഗേന്റെ സ്ട്രക്ചറിലാണ് കണ്ടത്. അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? ആൻസർ സി, തിയോഫൈസിയെ. ഇനി ഇതില് നമുക്കറിയാം ഗ്രീൻ ആൽഗെ എങ്ങനെയാണ്? ഗ്രീൻ ആൽഗയ്ക്ക് സിമ്പിൾ ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ താലോയിഡ് എന്നാണ് നമ്മൾ ആൽഗേനെ പറയുക. പക്ഷെ ബ്രൗൺ ആൽഗയിൽ എങ്ങനെ? അവരുമായിട്ട് ഡിഫറെന്റ് ആണ്. ആൻഡ് നമുക്ക് എക്സ്റ്റെൻസീവ് ബ്രാഞ്ചിങ്ങും കാണാൻ പറ്റും. ആൻഡ് എൻഷിയറിന്റെ ഡയഗ്രത്തിൽ ഏതും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്? ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ടും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്ലാന്റ് ഷോസ് താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഷോസ് rhizoids and is haploid. It needs water to complete its life cycle because the male gametes are motile. It may belong to. ഇതില് എല്ലാ ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മൾ ജസ്റ്റ് ഏതിലാണ് ബിലോങ് ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഷോസ് rhizoids. Rhizoids എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഒറിജിനൽ വെൽ ഡിഫറൻഷിയേറ്റഡ് റൂട്ട്സ് അല്ല, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. ആൻഡ് ഇസ് ഹാപ്ലോയിഡ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് റൂൾ ഔട്ട് ചെയ്യാം? ടെറിഡോഫൈറ്റ് അല്ല എന്ന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്?
നമുക്കറിയാം ടെറിഡോഫൈറ്റിൽ വെൽ ഡിഫറൻഷിയേറ്റഡ് സ്റ്റെമ്മും റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലീഫും വെൽ ഡിഫറൻഷിയേറ്റഡ് സ്റ്റെം, ലീഫ്, റൂട്ട് എല്ലാം ഉണ്ട്. അപ്പൊ അത് റൈസോയിഡ് കാണിക്കില്ല. ആൻഡ് അടുത്ത വന്നിരിക്കുന്നത് അത് ഹാപ്ലോയിഡ് ആണ്, അതായത് അതിന്റെ മെയിൻ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. ആൻഡ് ഇറ്റ് നീഡ്സ് വാട്ടർ ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ആൻഡ് മെയിൽ ഗാമിറ്റ്സ് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, മോട്ടൈൽ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്രയും കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ ആൻസർ ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അതെന്തുകൊണ്ടാണ്? ദേ നീഡ് വാട്ടർ ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ആൻഡ് ഇവരുടെ മെയിൽ ഗാമിറ്റ്സ് എങ്ങനെയാ? സ്വിം ചെയ്താണ് ഫീമെയിൽ ഗാമിറ്റിന്റെ അടുത്തെത്തുന്നത്. ആൻഡ് ദേ ആർ മോട്ടൈൽ. ആൻഡ് അവരുടെ പ്ലാന്റ് ബോഡി എങ്ങനെയാണ്? നമുക്കറിയാം ആദ്യത്തെ ആൽഗേന്റെയും ബ്രയോഫൈറ്റ്സിന്റെയും മെയിൻ പ്ലാന്റ് ബോഡി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഗാമിറ്റോഫൈറ്റ് ആണ് അവരുടെ ഡോമിനന്റ് ഫേസ്. ഗാമിറ്റോഫൈറ്റ് ആണ് അവരുടെ ഡോമിനന്റ് ഫേസ് എങ്കിൽ അതെങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ഇൻ നേച്ചർ ആയിരിക്കും. ഈ ടേബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ കൊടുത്ത എന്താ? പ്ലാന്റ് ബോഡി ഒരു താലോയിഡ് പോലത്തതാണ്. ആൻഡ് അതിന്റെ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ ആൽഗി അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് ആണ് ആൻസർ. ഇനി ബാക്കിയുള്ളതും കൂടി കാണുമ്പോൾ, അതായത് ദേ നീഡ് വാട്ടർ ആൻഡ് മെയിൽ ഗാമിറ്റ്സ് മോട്ടൈൽ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ആൻസർ ബ്രയോഫൈറ്റ് ആണ് മനസ്സിലാവും. അപ്പൊ ആൻസർ ഡി, ബ്രയോഫൈറ്റ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നിരിക്കുന്നത് പ്രോതാലസ് ഇസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻ എ സ്ട്രക്ചർ ഇൻ ടെറിഡോഫൈറ്റ്സ്. ആദ്യം പ്രോതാലസിന്റെ ബേസിക് എന്തറിയായിരിക്കും? പ്രോതാലസ് കാണുന്നത് ടെറിഡോഫൈറ്റിലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോതാലസ് എവിടെയാണ് കാണുന്നത്? ഇൻ ടെറിഡോഫൈറ്റ്സ്. ഇനി ഈ ടെറിഡോഫൈറ്റിലെ എന്താണ് പ്രോതാലസ്? നമുക്കറിയാം ഏതാണ്? ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? നമുക്കറിയാം ടെറിഡോഫൈറ്റ്സിലെ ഡോമിനന്റ് ഫേസ് സ്പോറോഫൈറ്റ് ആണ്. പക്ഷെ പ്രോതാലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ, അധികം അതായത് പുറത്തേക്കൊന്നും കാണാത്ത ഇൻഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ട്രക്ചർ ആണ്. ആൻഡ് അതെവിടെയാണ് കാണുന്നത്? ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജില്, ഗാമിറ്റോഫൈറ്റിന്റെ സ്റ്റേജിലാണ് കാണുന്നത്. ആൻഡ് അതെങ്ങനെയാണ്? പ്രോതാലസ് എന്ന് പറഞ്ഞ ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ഇസ് സ്മോൾ, ഇൻകൺസ്പിക്വസ്, മൾട്ടിസെല്ലുലാർ ആൻഡ് ഫ്രീ ലിവിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ പ്രോതാലസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഇനി ആൻസറിലേക്ക് വരികയാണെങ്കിൽ പ്രോതാലസ് സ്ട്രക്ചർ ഇൻ ഏതാണ്? ടെറിഡോഫൈറ്റ് ആണ്. അപ്പൊ ഇത്രയും വരെ ശരിയാണ്. ഫോംഡ് ബിഫോർ ദി താലസ് ഡെവലപ്സ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പ്രോതാലസ് ഗാമറ്റോഫൈറ്റ് ആയതുകൊണ്ട് ഹാപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് ബിഫോർ ദി താലസ് ഡെവലപ്സ് നമ്മൾ ഓപ്ഷൻ തരാൻ കാരണം പ്രോതാലസ്, അതായത് ബിഫോർ ദി താലസ് നമ്മൾ വിചാരിക്കുമെന്ന് നോക്കാനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് നമുക്കറിയാം അതൊരു ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ്. ആൻഡ് അത് താലസിന്റെ മുമ്പൊന്നുമല്ല കാണപ്പെടുന്നത്. അപ്പൊ ആ ഓപ്ഷൻ എന്തായി? തെറ്റായി. ഇനി സെക്കൻഡ് തന്നിരിക്കുന്നത് സ്പോറോഫൈറ്റിക് ഫ്രീ ലിവിംഗ് സ്ട്രക്ചർ ഫോംഡ് ഇൻ ടെറിഡോഫൈറ്റ് ആണ്. ബാക്കിയൊക്കെ ശരിയാണ് എക്സെപ്റ്റ് സ്പോറോഫൈറ്റിക്, അവര് ഗാമറ്റോഫൈറ്റിക് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഗാമറ്റോഫൈറ്റിക് ഫ്രീ ലിവിംഗ് സ്ട്രക്ചർ ഫോംഡ് ഇൻ ടെറിഡോഫൈറ്റ്. അതെങ്ങനെയാണ്? ശരിയാണ്. ഇനി നാലാമത്തെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് പ്രിമിറ്റീവ് സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ ടെറിഡോഫൈറ്റ്സ്. അപ്പോ കോമൺ സെൻസ് ആലോചിച്ച് നോക്കിയാൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ് അത് ഫോം ചെയ്യുന്നതെങ്കിൽ അവരെങ്ങനെയായിരിക്കണം? ആ ബോഡി ഡിപ്ലോയിഡ് ആയിരിക്കണം. കാരണം രണ്ട് ഗാമിറ്റ്സ് ഫെർട്ടിലൈസേഷൻ വഴി ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. പക്ഷെ പ്രോതാലസ് ബീങ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ആ ഓപ്ഷൻ എന്തായി? തെറ്റായി. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്തായി? ഓപ്ഷൻ സി. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ടെറിഡോഫൈറ്റ്സിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷണൽ ഡിവിഷൻ എപ്പോഴാണ് നടക്കുക? അറ്റ് ദി ടൈം ഓഫ് സ്പോർ ഫോർമേഷൻ. കാരണം സ്പോർസ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ്. സ്പോർ ഉണ്ടാവുന്നതിന് മുമ്പാണ് മിയോസിസ് നടക്കുന്നത്. ആൻഡ് മിയോസിസ് നടന്നു, സ്പോർ ഉണ്ടായി. ആൻഡ് ഈ മിയോസിസ് നടന്നു, സ്പോർസ് ഉണ്ടായി. ഇനി ഇവര് ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് എന്തുണ്ടാക്കുന്നു? നമ്മുടെ പ്രോതാലസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ആൻഡ് ഈ പ്രോതാലസിന്റെ ബാക്കിയുള്ള പ്രത്യേകത എന്താണ്? അവര് ഇൻകൺസ്പിക്വസ് ആണ്, ചെറുതാണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഫ്രീ ലിവിംഗ് ആണ്.
ആൻഡ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആയ ഒരു താലോയിഡ് ബോഡിയാണ്. ആൻഡ് അത് ഗാമറ്റോഫൈറ്റും കൂടിയാണ്. ഇനി പ്രോതാലസ് റിപ്രസെന്റ് ദി ഗാമറ്റോഫൈറ്റിക് ഫേസ് ഇൻ ടെറിഡോഫൈറ്റ്സ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഡോമിനന്റ് ആണോ നോൺ ഡോമിനന്റ് ആണോ? നമുക്കറിയാം ആൽഗയും ബ്രയോഫൈറ്റ്സിൽ മാത്രമേ ഗാമറ്റോഫൈറ്റ് ഡോമിനന്റ് ആയിട്ടുള്ളൂ. ബാക്കി മൂന്നെണ്ണം ടെറിഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെമിൽ ആരാണ് ഡോമിനന്റ്? സ്പോറോഫിറ്റിക് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ സ്പോറോഫൈറ്റിക് ഫേസ് ആണ് ഡോമിനന്റ്. അപ്പൊ അതിന്റെ ആൻസറും ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. Plants of this group are diploid and well adapted to extreme conditions. അപ്പോൾ പ്ലാന്റ്സ് ഡിപ്ലോയിഡ് ആണെന്ന് പറയണമെങ്കിൽ അവർ ആരൊക്കെ ആയിരിക്കണം? പ്ലാന്റ്സ് ഡിപ്ലോയിഡ് ആണെന്ന് പറയണമെങ്കിൽ അവർ ഡോമിനന്റ് ഫേസ് ഡിപ്ലോയിഡ് ആയിരിക്കണം. അതായത് പ്ലാന്റ് ബോഡി എങ്ങനെയാണ്? സ്പോറോഫിറ്റിക് സ്റ്റേജ് ആയിരിക്കണം, വിച്ച് ഇസ് ഡിപ്ലോയിഡ്. ഇനി പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആയി ഡിപ്ലോയിഡ് ആയി കാണുന്ന ഏതൊക്കെയുള്ളൂ നമുക്കറിയാവുന്നത്? മൂന്നെണ്ണം: ടെറിഡോഫൈറ്റ്, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം. ഇനി അടുത്ത് തന്നിരിക്കുന്നത് വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻസ്. അപ്പൊ അവർ കുറച്ച് എന്തുണ്ടാവണം? അഡാപ്റ്റേഷൻസ് ഉണ്ടാവണം എക്സ്ട്രീം കണ്ടീഷന് സർവൈവ് ചെയ്യാൻ. ആൻഡ് ദേ ഗ്രോ സ്പോറോഫിൽസ് ഇൻ കമ്പാക്ട് സ്ട്രക്ചേഴ്സ് കോൾഡ് കോൺസ്. ഇനി ഈ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം എന്ത്? ആൻജിയോസ്പംസിൽ നമുക്ക് കോൺസ് കാണാൻ പറ്റില്ല. ആൻഡ് ഈ വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്ന, അതായത് തോൺ പോലത്തെ സ്ട്രക്ചർ, സർഫസ് ഏരിയ കുറച്ച്, ആൻഡ് സങ്കൺ സ്റ്റൊമേറ്റ, ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് നമ്മൾ ഏതിലാണ് കണ്ടത്? ജിംനോസ്പെംസിന്റെ സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ കണ്ടത്. അപ്പോ ഇതിന്റെ ആൻസർ എന്ത് വരും? ജിംനോസ്പെം. കാരണം എന്താ? മോണോകോട്ടും ഡൈക്കോട്ടും ആൻജിയോസ്പെമിൽ പോയി. ടെറിഡോഫൈറ്റില് അഗെയിൻ എന്തുണ്ട്? ഈ എക്സ്ട്രീം കണ്ടീഷൻസോ കോൺസ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സോ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി ജിംനോസ്പെംസിൽ എങ്ങനെയാണ്? മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ വലിയ വലിയ ട്രീസ് അല്ലെങ്കിൽ ഷ്രബ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇവരുടെ ലീവ്സ് ആർ വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻസ്. ഇനി ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനാണ് നമ്മൾ എന്ന് വിളിച്ചത്? കോൺസ് അല്ലെങ്കിൽ സ്ട്രോബിലൈ എന്ന് വിളിച്ചത്. ആൻഡ് മെയിൽ കോൺ ഇസ് മേഡ് അപ്പ് ഓഫ് മൈക്രോസ്പോറോഫിൽ, ഫീമെയിൽ കോൺ മെയ്ഡ് ഓഫ് മെഗാസ്പോറോഫിൽ. ആൻഡ് പ്രസൻസ് ഓഫ് സ്പോറോഫിൽ, അതായത് മൈക്രോ ആൻഡ് മെഗാസ്പോറോഫിൽ എന്ത് കാണിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് ഓഫ് സീഡ് ഹാബിറ്റ്. പക്ഷെ ആൻജിയോസ്പെമിന് എങ്ങനെയാണ് സീഡ് ബെയറിംഗ് പ്ലാന്റ് ആയ ജിംനോസ്പെം ഡിഫർ ചെയ്യുന്നത്? ഈ സീഡ്സ് നേക്കഡ് ഒബ്യൂളിലാണ്, അതായത് ദേ ആർ നോട്ട് കവേർഡ്. ഇനി മോണോകോട്സും ഡൈക്കോട്സ് എങ്ങനെയാണ്? ആൻജിയോസ്പെംസിലാണ്. ആൻഡ് ഈ ആൻജിയോസ്പെംസിൽ വെൽ കവേർഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് ഉള്ളത്. ആൻഡ് ടെറിഡോഫൈറ്റ്സിനെ നമുക്കറിയാം അവർക്ക് മൈക്രോസ്പോറോഫിൽസോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള സ്പോറോഫിൽസ് ഒന്നും കാണാൻ പറ്റില്ല. ആൻഡ് ബാക്കിയുള്ള അഡാപ്റ്റേഷൻസും ഇല്ല. അപ്പൊ ആൻസർ എന്തായി? ജിംനോസ്പെം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എംബ്രിയോ സാക്ക് ഓഫ് എൻ ആൻജിയോസ്പെം ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പോ ഫസ്റ്റ് നമുക്ക് എന്ത് വരക്കാൻ അറിയണം? എംബ്രിയോ സാക്ക് ഓഫ് ആൻജിയോസ്പെംസ്. നമ്മൾ എൻസിആറിലെ സ്ട്രക്ചർ എങ്ങനെയാണ്? എംബ്രിയോ സാക്ക് ഒരു ഓവൽ അല്ലെങ്കിൽ ഓവോയിഡ് ഷേപ്പിലുള്ള ഒരു സാധനമാണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും മേലെ 3 സെൽസ് കാണാൻ പറ്റും. ആൻഡ് ഈ 3 സെൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? 3 ആന്റിപോഡൽ സെൽസ് എന്ന് വിളിച്ചു. ഇനി ഇതിന്റെ താഴെ എന്തുണ്ട്? താഴെ അഗൈൻ 2 സൈനർജിഡ് സെൽ ഉണ്ട്. 2 സൈനർജിഡ്സ് ഉണ്ട്. ആൻഡ് ഇതിന്റെ നടുക്ക് നമ്മുടെ ഏറ്റവും സ്പെഷ്യലായ ആള് ആര്? എഗ് ഉണ്ട്. ഇനി ഏറ്റവും നടുക്ക് ഈ വലിയ കാണുന്ന സ്ഥലം എന്താണ്? ഒരു സെൻട്രൽ സെൽ. ഈ സെൻട്രൽ സെൽസിന് അഗൈൻ 2 ന്യൂക്ലിയയും ഉണ്ട്. ആന്റിപോഡൽ സെൽസ് ആണ് സൈനർജിഡ്സ്, എഗ്, സെൻട്രൽ സെൽ വിത്ത് 2 പോളാർ ന്യൂക്ലിയായി. അതും കൂടി മാർക്ക് ചെയ്യാം. 2 പോളാർ ന്യൂക്ലിയായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൻജിയോസ്പെമിന്റെ എംബ്രിയോ സാക്കിൽ ഉള്ളത്. ഇനി ഈ എംബ്രിയോ സാക്കിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ അവരെങ്ങനെയാണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഈ എംബ്രിയോ സാക്ക്. ഇനി അതിൽ 2 സൈനർജിഡ്സ്, ഒരു എഗ് സെൽ, 3 ആന്റിപോഡൽ സെൽസ് ആൻഡ് 1 സെക്കൻഡറി ന്യൂക്ലിയസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇവിടെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ 3 ആന്റിപോഡൽ സെൽസ് കാണിച്ചിട്ടുണ്ട്, ഒരു സെൻട്രൽ സെൽ കാണിച്ചിട്ടുണ്ട്, 2 പോളാർ ന്യൂക്ലിയ കാണിച്ചിട്ടുണ്ട്, ഒരു എഗ് സെൽ കാണിച്ചിട്ടുണ്ട്, സൈനർജിഡ്സ് ആൻഡ് ഏറ്റവും അറ്റത്ത് ഫിലിഫോം അപ്പാരറ്റസ്. ഇനി എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്ത് പറയും?
എഗ് സെല്ലും 2 സൈനർജിറ്റ്സും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എഗ് അപ്പാരറ്റസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര സെൽസും എത്ര ന്യൂക്ലിയയും ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ എണ്ണി നോക്കിയാൽ തന്നെ അറിയാം. സെൽസ് എത്ര ഉണ്ട്? ഒരു സെൻട്രൽ സെൽ, 3 ആന്റിപോഡൽ സെൽ, 2 സൈനർജിഡ്, ഒരു എഗ് സെൽ. ഇതെല്ലാം കൂടി എത്രയായി? 7 സെൽസ് ആയി. 1 2 3 4 5 6 7 ഒരൊറ്റ വലിയ സെൻട്രൽ സെൽ. ഇത്രയും കൂടി 7 സെൽസ് ആയി. ഇനി ന്യൂക്ലിയ എന്നാണെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ടാവും? 3 ആന്റിപോഡൽ സെൽസിന്റെ, അപ്പൊ അത് 3 ഇനി 2 പോളാർ ന്യൂക്ലിയ, അത് 2 ഇനി താഴെ സൈനർജിഡ്സിന്റെ 2 അപ്പൊ എത്രയായി? 7 ആയി. ആൻഡ് ഫൈനലി എഗ് സെല്ലിന്റെ 1. അപ്പൊ എത്രയായി? 8 ന്യൂക്ലിയേറ്റഡ്. അപ്പൊ 7 സെൽസും 8 ന്യൂക്ലിയയും ആണ് ഏതിലുള്ളത്? നമ്മുടെ എംബ്രിയോ സാക്കിൽ ഉള്ളത്. അപ്പൊ അതിന്റെ ആൻസറും കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ദി ഡിപ്ലോയിഡ് നമ്പർ ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ഇസ് 36, what would be the chromosome number in its endosperm? അപ്പൊ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഡിപ്ലോയിഡ് നമ്പർ 36 ആണ് പറഞ്ഞത്. അതായത് 2n = 36. അപ്പോ ഫ്ലവറിംഗ് പ്ലാന്റ് ആരാണ്? ആൻജിയോസ്പെർമ്സ്. ഇനി അതിന്റെ ക്രോമസോം നമ്പർ ഇൻ ഇറ്റ്സ് എൻഡോസ്പെർം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബേസിക് അറിഞ്ഞിരിക്കണം. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? അതായത് ആൻജിയോസ്പെർമ്സിന്റെ കേസിൽ എൻഡോസ്പെർം ഞാൻ പറഞ്ഞു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു കേസ്. അത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു എൻറ്റിറ്റി ആണ്. ഈ എൻറ്റിറ്റി അറിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് അറിയണ്ടേ? നമുക്കറിയാം, മെയിൽ ഗാമിറ്റ്സ് വന്ന് പോളൻ ട്യൂബിന്റെ ഉള്ളിൽ കൂടെയും മെയിൽ ഗാമിറ്റ്സ് വന്ന് എന്ത് ചെയ്യും? ഒരു മെയിൽ ഗാമിറ്റ്, ഇവിടെ നമ്മുടെ എന്തുണ്ട്? നമ്മുടെ എംബ്രിയോ സാക്ക് ഉണ്ട്. മെയിൽ ഗാമിറ്റ് വന്ന് ഒരു മെയിൽ ഗാമിറ്റ് ഏത് സിൻഗാമി നടത്തി എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഈ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തു ഒരു മെയിൽ ഗാമിറ്റ്. ഇനി മറ്റേ ഒരു മെയിൽ ഗാമിറ്റ് പോയിട്ട് എന്ത് ചെയ്യും? ട്രിപ്പിൾ ഫ്യൂഷൻ നടത്തും. ഏതുമായിട്ട്? നമ്മുടെ സെൻട്രൽ സെല്ലിലെ 2 പോളാർ ന്യൂക്ലിയ ആയിട്ട് പോയി ഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോ ഇതില് ഒരു മെയിൽ ഗാമിറ്റ് എവിടെ പോയി? സിൻഗാമി വിത്ത് ദ എഗ് ടു ഫോം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്. ഇനി ഈ സൈഗോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇനി ഇതേ സാധനം സെൻട്രൽ സെല്ലില് ഏത് നടത്തും? ട്രിപ്പിൾ ഫ്യൂഷൻ നടത്തി ഒരു 3n സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ എൻഡോസ്പെർം എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഒരു മെയിൽ ഗാമിറ്റ് വന്നു ആൻഡ് അത് സെൻട്രൽ സെല്ലില് എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ്. ആ 2 ന്യൂക്ലിയസ് പ്ലസ് 1 ന്യൂക്ലിയസ് ഓഫ് മെയിൽ ഗാമിറ്റ് കൂടി 3n ആയി. അപ്പൊ അത് എൻഡോസ്പെർം ആയി. ഇനി അഗൈൻ മറ്റേത് സിംഗിൾ എഗ് സെല്ലിലെ സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് 2n ആയി, സൈഗോട്ട് ആയി, എംബ്രിയോ ആയി. അപ്പോ ടോട്ടൽ എൻഡോസ്പെർമിന് എത്ര ഉണ്ടാവും? 3n ആണ് അതിന്റെ പ്ലോയിഡി. അപ്പോ 2n 18 ആണെങ്കിൽ 3n എത്രയായിരിക്കും? 18 × 3, അത് 54. അപ്പോ ഇഫ് ദ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് തന്നിട്ടപ്പോ എൻഡോസ്പെർമിൽ എത്രയുണ്ട്? 54 നമുക്ക് മനസ്സിലായി. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഒരു ജിംനോസ്പെർമിലാണ് ചോദിച്ചതെങ്കിൽ, അതായത് ഇഫ് ദ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് എ ജിംനോസ്പെർം, അല്ലെങ്കിൽ ജിംനോസ്പെർമിന്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇസ് 36 എന്ന് തന്നു. ഇനി വാട്ട് വുഡ് ബി ദ ക്രോമസോം നമ്പർ ഇൻ ഇറ്റ്സ് എൻഡോസ്പെർം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഫീമെയിൽ ഗാമിറ്റ് ആണ് ജിംനോസ്പെർംസിൽ എൻഡോസ്പെർം നമ്മൾ വിളിക്കുന്നത്. ഫീമെയിൽ ഗാമിറ്റിന് എത്രയേ ഉള്ളൂ പ്ലോയിഡി? ഹാപ്ലോയിഡ് ആണ് ഫീമെയിൽ ഗാമിറ്റ്. ആൻഡ് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ എത്രയായിരിക്കും? n മാത്രമേ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? 36/2, അതായത് 18 ഹാപ്ലോയിഡ് ആണ്. ജിംനോസ്പെർമിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ അതായത് ജിംനോസ്പെർംസിന് ഫീമെയിൽ ഗാമിറ്റ് ആണ് എൻഡോസ്പെർം. അതിന്റെ പ്ലോയിഡി n ഉം, ആൻജിയോസ്പെർം അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ എൻഡോസ്പെർം 3n ആണ്.
ഇതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരു മെയിൽ ഗാമിറ്റ് ആരുമായിട്ട് എക്സലുമായിട്ട് ഫ്യൂസ് ചെയ്തു, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. മറ്റേ ഹാപ്ലോയിഡ് മെയിൽ ഗാമിറ്റ് 2 ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയായിട്ട് ഫോം ചെയ്ത് 3n വരുന്ന എൻഡോസ്പെം ആയി. അപ്പോ 2n36 n36/2, അതായത് 18. ഇനി 3n എത്രയാണ്? 3 × 18 54. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോട്ടോണീമ ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഈ ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ ഫസ്റ്റ് ബേസിക് നമ്മൾ എന്തറിയണം? പ്രോട്ടോണീമ ഏതിലാണ് കാണുന്നത്? ഏതിലാണ്? നമുക്കറിയാം മോസസിൽ കാണുന്ന സ്ട്രക്ചർ ആണ് പ്രോട്ടോണീമ. ഇനി പ്രോട്ടോണീമ മോസസിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി മോസസിൽ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? പ്രോട്ടോണീമ ഏത് ഫേസ് ആണ് കാണിക്കുന്നത്? ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആണ് കാണിക്കുന്നത്. ബ്രയോഫൈറ്റ്സിലെ ഗാമിറ്റോഫൈറ്റിക് ഫേസ് കാണിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സ്പോർ വന്ന് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് പ്രോട്ടോണീമ. ആൻഡ് ഇത് എങ്ങനെയാവും? പിന്നെ ലീഫി സ്റ്റേജിലേക്ക് പോകും. പ്രോട്ടോണീമ വിച്ച് ഷോസ് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ഏതില്? ബ്രയോഫൈറ്റ്സ് അല്ലെങ്കിൽ മോസസില്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പിന്നെ എന്താവും? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി പിന്നെ ആൻസർ എന്താ? നമുക്കറിയാം പ്രോട്ടോണീമ ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് കാണിക്കുന്നത് കൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടുള്ള 2 ഓപ്ഷൻ നമുക്ക് ഓൾറെഡി കട്ട് ചെയ്യാം. ഇനി ഹാപ്ലോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഇസ് ഫൗണ്ട് ഇൻ വിച്ച് വൺ? ഏതാണ്? മോസസ് ആണോ ടെറിഡോഫൈറ്റ്സ് ആണോ? നമുക്കറിയാം പ്രോട്ടോണീമ കാണുന്നത് മോസസിലാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, ഹാപ്ലോയിഡ് ആൻഡ് ഇസ് ഫൗണ്ട് ഇൻ മോസസ്. ഇനി ടെറിഡോഫൈറ്റ്സിൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്? ടെറിഡോഫൈറ്റ്സിൽ പ്രോഥാലസ് ആണ് നമ്മൾ കണ്ടത്. ആൻഡ് പ്രോട്ടോണീമ ഇൻ മോസസ്. അപ്പോ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ജെർമിനേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പോർസ് ഓഫ് മോസസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് സ്പോർസ് ഉണ്ടാക്കുന്നു, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാക്കുന്നു. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് എന്തുണ്ടാവുന്നു? നമ്മുടെ പ്രോട്ടോണീമ എന്ന് പറഞ്ഞ പ്രോട്ടോണീമൽ സ്റ്റേജിലേക്ക് പോകുന്നു. ആൻഡ് ഇറ്റ് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ആൻ ഇൻഡിപെൻഡന്റ് ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ജൈന്റ് റെഡ് വുഡ് ട്രീ സെക്യുവ സെംപർവിറൻസ് ഇസ് ആൻ ഏതാണ്? ഇത് ഏതിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സെക്യുവ ഇസ് an example for gymnosperms. ജിംനോസ്പെംസിന്റെ NCERTയിലെ ജിംനോസ്പെംസിന്റെ ഹെഡിങ്ങിന്റെ ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇതാണ്. എങ്ങനെ? ജൈന്റ് റെഡ്വുഡ് ട്രീ ഓർ സെക്യുവ is one of the tallest tree species and it is under gymnosperms. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ജിംനോസ്പെംസ്. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ഫുഡ് is stored as ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇൻ റോഡോഫൈസിൻ. നമുക്കറിയാം റെഡ് ആൽഗയിൽ സ്റ്റോർഡ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ആൻഡ് മാനിറ്റോൾ ഇസ് ദ റിസർവ് ഫുഡ് ഓഫ് വിച്ച് ഗ്രൂപ്പ് ഓഫ് ആൽഗി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനിറ്റോൾ നമുക്ക് ഏതാ? മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനാരിൻ നമ്മൾ ഏതിലാണ് പഠിച്ചത്? ഫിയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ. ലാമിനാരിൻ ചോദിച്ചാലും ഏതെന്നെ പറയാം? ബ്രൗൺ ആൽഗെ നമുക്ക് പറയാൻ പറ്റും. ഇനി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗിവ് an example of plants with ഓപ്ഷനില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ haplontic life cycle, second diplontic life cycle, C haplodiplontic life cycle. Very short answer. Continue Jenna. Second question, give an example of plants with haplontic life cycle, diplontic and haplodiplontic. Haplontic life cycle ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ആൽഗെ. ഇനി ഡിപ്ലോണ്ടിക് നമ്മൾ ഏതാണ് പഠിച്ചത്? ഡിപ്ലോണ്ടിക്കില് പ്ലാന്റ് ബോഡി ഏതായിരിക്കും? മെയിൻലി ഡിപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾ ജിംനോസ്പെം, ആൻജിയോസ്പെം. ഹാപ്ലോഡിപ്ലോണ്ടിക് ഇന്റർചേഞ്ച് ചെയ്ത് നമ്മൾ ഏതിൽ കണ്ടു? ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. അപ്പോ ഹാപ്ലോണ്ടിക് ഇൻ ആൽഗെ, ഡിപ്ലോണ്ടിക് ഇൻ ജിംനോസ്പെം ആൻഡ് ആൻജിയോസ്പെം, ആൻഡ് ഹാപ്ലോഡിപ്ലോണ്ടിക് ഇൻ
ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. ഇതെങ്ങനെ ഓർത്ത് വെക്കും? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം. നമുക്കറിയാം ഏതാണ് ഏറ്റവും ബേസിക് ആയ ആൽഗയിലും ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും, അതായത് ഏറ്റവും ബേസിക് ആയ ആൽഗെ നമുക്ക് എന്താണെന്നറിയാം? ഹാപ്ലോണ്ടിക് ആണെന്ന് അറിയാലോ. ഇനി ഏറ്റവും അഡ്വാൻസ്ഡ് ആയ രണ്ടെണ്ണം, അതായത് ജിംനോസ്പമും ആൻജിയോസ്പമും എന്തെന്ന് ആലോചിച്ച് നോക്കാം? ഡിപ്ലോണ്ടിക് ആണെന്ന് ആലോചിച്ച് നോക്കാം. ഇനി അപ്പൊ നടുക്ക് വരുന്ന ബാക്കി രണ്ടും എങ്ങനെയാണ്? ഹാപ്ലോ ഡിപ്ലോണ്ടിക്. ഇങ്ങനെ ഓർത്തു വെക്കാം. ഇനി എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഹാപ്ലോണ്ടിക്കിൽ ഫേസ്റ്റ് നമ്മൾ എന്തെഴുതും? ഒരു ആൽഗൻ എക്സാമ്പിൾ, അതായത് വോൾവോക്സ്, സ്പൈറോഗൈറ, അല്ലെങ്കിൽ ചില സ്പീഷീസ് ഓഫ് ക്ലമൈഡോമോണസ് എഴുതി ചേർക്കാം. ഇനി ഡിപ്ലോണ്ടിക് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾ സീഡ് ബെയറിംഗ് പ്ലാന്റ്സ്, അതായത് ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഇനി ഹാപ്ലോ ഡിപ്ലോണ്ടിക് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. അതിൽ ലിവർ വേർഡ്സോ മോസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. മാർക്കാൻഷ്യ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ പ്ലാന്റ് ബോഡി ഇൻ ഹയർ പ്ലാന്റ്സ് ഇസ് വെൽ ഡിഫറൻഷിയേറ്റഡ് ആൻഡ് വെൽ ഡെവലപ്ഡ്. Roots are the organs used for the purpose of absorption. Excuse me. What is the equivalent of roots in the less developed lower plants? അതായത് ഹയർ പ്ലാന്റ്സിലൊക്കെ ഫോർ ദ പേർപ്പസ് ഓഫ് അബ്സോർപ്ഷൻ നമുക്ക് എന്തുണ്ടെന്ന് അറിയാം? നമുക്ക് വെൽ ഡിഫറൻഷിയേറ്റഡും ഡെവലപ്ഡും ആയ റൂട്ട്സ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇതിന്റെ ഇക്വലന്റ് എന്താണ്? ഇൻ ദ ലെസ് ഡെവലപ്ഡ് ലോവർ പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫസ്റ്റ് ഓർഗാനിസംസ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്സ് ഒക്കെ ലെസ് ഡെവലപ്ഡ് ഫോംസ് ആണ്, അതായത് ലോവർ പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് അതിൽ തന്നെ ആൽഗയ്ക്ക് തീരെ ഡെവലപ്മെന്റ് ഇല്ല. ആൽഗയ്ക്ക് തീരെ ഡെവലപ്മെന്റ് ജസ്റ്റ് ഒരു താലോയിഡ് ബോഡി മാത്രമേ ഉള്ളൂ. ഒരു ഫോട്ടോസിന്തസിസ് കപ്പാസിറ്റി നൽകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു താലോയിഡ് ബോഡി മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും വരികയാണെങ്കിൽ ചില റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും കാണാൻ പറ്റും. റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, ഇത്തരത്തിലുള്ള റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? റൈസോയിഡ്സ്. അത് ഏതിലൊക്കെ കണ്ടു? ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. ഇനി ഒരു ഹോൾ ബോഡി എടുത്ത് നോക്കിയാലും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ചെയ്ത് ട്രൂ ലീഫോ സ്റ്റെമ്മോ റൂട്ട് ഒന്നുമില്ല ആസ് ഫൗണ്ട് ഇൻ ഹയർ പ്ലാന്റ്സ്. അപ്പോ ഇതിന്റെ ഈക്വലന്റ് എന്താന്ന് കിട്ടി? റൈസോയിഡ്. റൈസോയിഡ് ആണ് അതിന്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ മോസ്റ്റ് ആൽഗൽ ജനേറ ഷോ എന്ത്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇപ്പോഴും ഇപ്പൊ ജസ്റ്റ് അത് കണ്ടതേ ഉള്ളൂ. ഹാപ്ലോണ്ടിക് ഏതിലാണ്? ആൽഗെന്ന് പഠിച്ചതേ ഉള്ളൂ. നെയിം ആൻ ആൽഗ വിച്ച് ഇസ് ഹാപ്ലോ ഡിപ്ലോണ്ടിക്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിപ്ലോണ്ടിക്. നമ്മള് NCERT ഏറ്റവും ലാസ്റ്റ് പേജിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് കണ്ടിരുന്നു? ഈ എക്സാമ്പിൾസ് കണ്ടിരുന്നു. അതിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക് നമ്മൾ മെയിൻലി കണ്ടത് ഏതിലാണ്? ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും. ആൻഡ് ഡിപ്ലോണ്ടിക് മെയിൻലി കണ്ട എന്താണ്? ജിംനോസ്പെർമും ആൻജിയോസ്പെർമും. ഇത് യൂഷ്വൽ, അതായത് യൂഷ്വൽ എക്സാമ്പിൾ. ഇനി ആൽഗയിൽ ഏതാണ് എക്സെപ്ഷൻ കാണിച്ച് ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും ഡിപ്ലോണ്ടിക്കും കാണിക്കുന്ന വെച്ചാൽ എന്ത് പറയാൻ പറ്റും? ഹാപ്ലോ ഡിപ്ലോണ്ടിക് ഇസ് ഷോൺ ബൈ എക്ടോകാർപ്പസ്, പോളിസിഫോണിയ ആൻഡ് കെൽപ്സ്. ഇനി ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആര് കാണിച്ചു? ഫ്യൂക്കസ്. ഈ എക്സാമ്പിൾ മസ്റ്റ് നോ ആണ്. നിങ്ങൾ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ ഹാപ്ലോ ഡിപ്ലോണ്ടിക് അതിന്റെ എക്സെപ്ഷൻ കാര്യങ്ങളൊക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 കടക്കുകയാണെങ്കിൽ ഇൻ ബ്രയോഫൈറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ കോൾഡ് ഡാഷ് ആൻഡ് ഡാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ബ്രയോഫൈറ്റ്സിൽ എന്താണ് പ്രത്യേകത? അവർക്ക് ജാക്കറ്റഡ് സെക്സ് ഓർഗൻസ് ആണുള്ളത്. ആൻഡ് ഈ ജാക്കറ്റഡ് സെക്സ് ഓർഗൻസ് ഉള്ളവർ നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നു കൂടെ പറഞ്ഞിരുന്നു? ആന്ത്രീഡിയം. ബ്രയോഫൈറ്റ്സ് ഇതില് ഡോമിനന്റ് ഫേസ് ഗാമിറ്റോഫൈറ്റ് എടുത്ത് നോക്കിയാൽ അവർക്ക് മൾട്ടി സെല്ലുലർ ഫ്രീ ലിവിംഗ് ജാക്കറ്റഡ് ഓർഗൻസ് ഉണ്ട്. ആൻഡ് അവർക്ക് ആന്ത്രീഡിയം ആൻഡ് ആർക്കിഗോണിയം ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യന്റെ മെയിൽ സെക്സ് ഓർഗൻ ഇസ് കോൾഡ് ആന്ത്രീഡിയം ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഇസ് കോൾഡ് ആർക്കിഗോണിയം. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കാം. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ബ്രയോഫൈറ്റ്സ് കോൾഡ് amphibians of plant kingdom?
ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ വിളിക്കുന്നത്? നമുക്കറിയാം ഡെവലപ്മെന്റലി നോക്കുകയാണെങ്കിൽ ആൽഗെ കഴിഞ്ഞ് തൊട്ട് വന്ന ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ്. ആൻഡ് ആൽഗെ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെം, ഇങ്ങനെയാണ് ഡെവലപ്മെന്റിൽ നമ്മൾ കണ്ടത്. ആൻഡ് ആൽഗെ എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ്ലി അക്വാട്ടിക് ആയിരുന്നു. ഇനി ബ്രയോഫൈറ്റ്സ് പക്ഷെ ഫസ്റ്റ് ടെറസ്ട്രിയൽ ഫോംസ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇവരെങ്ങനെയാണ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ നമ്മൾ വിളിച്ചോ? ഇല്ല. അങ്ങനെ വിളിച്ചത് ആരെയാണ്? ഫസ്റ്റ് സക്സസ്ഫുൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് നമ്മൾ വിളിച്ചത് ടെറിഡോഫൈറ്റ്സിനെയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ബ്രയോഫൈറ്റ്സ് സക്സസ്ഫുൾ അല്ലായിരുന്നു. ആ സക്സസ്ഫുൾ അല്ലാത്തതിന് കാരണം എന്താണ്? ബ്രയോഫൈറ്റ്സ് നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. അതായത് ടെറസ്ട്രിയലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഫെർട്ടിലൈസേഷന്റെ ഹെൽപ്പിന്, അതായത് മോട്ടൈൽ സ്പേംസിന്റെ സ്വിം ചെയ്ത് വേണം ഫീമെയിൽ ഗാമറ്റിന്റെ അടുത്ത് എത്താൻ. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ അവർക്ക് എന്തിന്റെ ഒരു ഫെസിലിറ്റേറ്റിംഗ് മീഡിയത്തിന്റെ സഹായം വേണം. അതാണ് ഇവർക്ക് വാട്ടർ. അപ്പൊ ഇവരെന്ത് നമ്മൾ വിളിച്ചു? അവർക്ക് വാട്ടറും ലാൻഡിലും വാട്ടറിലും എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവരെ നമ്മൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ചു. These plants need both water and soil for their survival. They can live in soil, but they need water for sexual reproduction. The sperm of bryophyte, അതായത് which is called anthrozoids, അവരെങ്ങനെയാണ്? ബൈഫ്ലജലേറ്റ് ആണ്. ആൻഡ് they need water to swim to the eggs. അപ്പൊ എന്ത് മനസ്സിലായി? ബ്രയോഫൈറ്റ്സിന് എന്തുകൊണ്ടാണ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ചതെന്നാണ് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് സെവറൽ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെംസ് ആർ കമ്പയറബിൾ ടു ഫ്ലോറൽ സ്ട്രക്ചേഴ്സ് ഓഫ് ആൻജിയോസ്പെംസ്. ഈ വേരിയസ് റീപ്രൊഡക്റ്റീവ് പാർട്സിനെ ഏതിന്റെ? ടെറിഡോഫൈറ്റ്സിന്റെയും ജിംനോസ്പെംസിനെയും നമ്മൾ കമ്പയർ ചെയ്യാണ് വിത്ത് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ആൻജിയോസ്പെംസ്. അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്ട്രക്ചർ സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺ. നമുക്കറിയാം ഏതിലാണ് സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺ കണ്ടത്? ജിംനോസ്പെർമില് നമുക്ക് സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺ നമ്മൾ കണ്ടിരുന്നു. ഇനി ഇതേ സാധനം ഇതിന്റെ എക്സാക്ട് സെയിം ഇൻ ആൻജിയോസ്പെം നമ്മൾ ഏത് സ്ട്രക്ചറാണ് കാണുന്നത്? നമ്മൾ കാണുന്നത് ഫ്ലവർ. ഇനി മൈക്രോസ്പോറോഫിൽ നമ്മൾ കണ്ടിരുന്നു ഏത്? മെയിലിന്റെ. ആൻഡ് ഈ മെയിലിന്റെ പാർട്ടായ മൈക്രോസ്പോറോഫിൽ ഈ സ്ട്രക്ചറിന് റീപ്രൊഡക്റ്റീവ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അതെന്തായി? സ്റ്റേമനായി. ഇനി മെഗാസ്പോറോഫിൽ അല്ലെങ്കിൽ ഫീമെയിലിന്റെ സ്ട്രക്ചർ, ഇത് നമുക്ക് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ആൻജിയോസ്പെംസ് വന്നപ്പോ അതെന്തായി? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ ആയി. ഇനി മൈക്രോസ്പൊറാഞ്ചിയം എന്താണ്? ആന്തർ, അതായത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ആന്തർ. മെഗാസ്പൊറാഞ്ചിയം എന്താണ്? ഓവ്യൂൾ. ആന്തർ എന്താണ്? അതായത് വേർ മെയിൽ ഗാമറ്റ്സ് ആർ സീൻ. ഇത് തന്നെയാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ പേര് ജസ്റ്റ് മാറി. ഇനി മെഗാസ്പൊറാഞ്ചിയം എങ്ങനെയാണ്? ആൻജിയോസ്പെംസിന് ഒവ്യൂൾ എന്നാണ് നമ്മൾ വിളിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? നല്ല ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും മസ്റ്റ് നോയിൽ വരുന്നതാണ്. ഇതിന്റെ ഡിഫറെന്റ് അനലോഗ്സ്, കമ്പയറബിൾ സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹെട്രോസ്പോറി, അതായത് ഫോർമേഷൻ ഓഫ് 2 types ഓഫ് സ്പോർസ്, മൈക്രോസ്പോർസും മെഗാസ്പോർസും. ഇനി ഈ ഹെട്രോസ്പോറി എന്ന് പറയുന്നത് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്യൂ മെമ്പേഴ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആൻഡ് ഓൾ സ്പെർമറ്റോഫൈറ്റ്. സ്പെർമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്? സീഡ് ബെയറിംഗ് ആയ ജിംനോസ്പെർമും ആൻജിയോസ്പെർമും. ഈ ടേബിളിൽ സ്പോർ ഫോർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും ആൽഗയും ബ്രയോഫൈറ്റ്സ് എങ്ങനെയാണ്? ഹോമോസ്പോറസ് ആണ്. ഹോമോസ്പോറസ് ആൻഡ് ടെറിഡോഫൈറ്റ്സിൽ മോസ്റ്റ്ലി ഹോമോസ്പോറസ് ആണെങ്കിലും ഹെട്രോസ്പോറസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനോമിനൻ ഓഫ് ഹെട്രോസ്പോറി നമ്മൾ ഏതിൽ കണ്ടു? ഫസ്റ്റ് ടെറിഡോഫൈറ്റ്സിലാണ് നമ്മൾ നോട്ടീസ് ചെയ്തത്. ആൻഡ് ജിംനോസ്പെംസിനും ആൻജിയോസ്പെംസിനും എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി എല്ലാവർക്കും എങ്ങനെയാണ് കണ്ടത്? ഹെട്രോസ്പോറി. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്ന മോസ്റ്റ് ടെറിഡോഫൈറ്റ്സിലും ഓൾ സ്പെർമറ്റോഫൈറ്റ്സ്, അതായത് ഓൾ ജിംനോസ്പെം ആൻഡ് ആൻജിയോസ്പെർമിലും കാണുന്ന ഹെട്രോസ്പോറി
ഈ ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞ ഫിനോമിനൻ ഈ കാണിക്കുന്ന ഈ വസ്തുതക്ക് എന്തെങ്കിലും തരത്തിലുള്ള എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഉണ്ടോ ഇൻ പ്ലാന്റ് കിങ്ഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എവല്യൂഷന്റെ ഭാഗം കൊണ്ടാണ് ഹെറ്ററോസ്പോറി ഡെവലപ്പ് ആയത്. അപ്പോ ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഫസ്റ്റ് എങ്ങനെ പറഞ്ഞു കൊടുക്കും? എന്താണ് ഹെറ്ററോസ്പോറി? എന്താണ് ഹെറ്ററോസ്പോറി എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് 2 types ഓഫ് സ്പോർസ്. അതായത് ഹോമോസ്പോർസ് ആണ് സെയിം കൈൻഡ് ഓഫ് സ്പോർസ് ആണ്. അപ്പോ ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേര് ഹെറ്ററോ സ്പോറി. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് എന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ 2 types ഓഫ് സ്പോർസ്. ഇനി ഈ 2 types ഓഫ് സ്പോർട്സും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? അതായത് അവർ മോർഫോളജിക്കലി ഡിഫർ ചെയ്യുന്നുണ്ട്, ഒറിജിൻ വൈസ് ഡിഫർ ചെയ്യുന്നുണ്ട്, ആൻഡ് അവരുടെ ഫങ്ഷനും എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതായത് മോർഫോളജിക്കലി 2 ടൈപ്പാണ് അവര്, ഫങ്ഷണലി അഗെയിൻ 2 ടൈപ്പാണ്, ബൈ ഒറിജിനും അവരെങ്ങനെയാണ്? 2 ഡിഫറെന്റ് ടൈപ്സ് ആണ്. ആൻഡ് ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്? ഇവർക്ക് ഫസ്റ്റ് കണ്ടത് ആരാണ്? ടെറിഡോ ഫൈറ്റ്സിലെ സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. ഈ 2 ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞ ഫിനോമിനൻ ഫസ്റ്റ് നമ്മൾ കണ്ടത്. ഹെറ്ററോസ്പോറി 2 ഡിഫറെന്റ് ടൈപ്സ്, ഏത് മോർഫോളജിക്കൽ വഴിയും ഫങ്ഷണൽ വഴിയും ഒറിജിൻ വഴിയും ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ്. ആൻഡ് അത് ഫസ്റ്റ് കണ്ടത് ടെറിഡോഫൈറ്റ് ആയ സാൽവീനിയ ആൻഡ് സെലാജിനെന്റെയിലും. ഇനി ഈ ഹെറ്ററോസ്പോറി കാണിക്കുന്ന ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞാൽ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ്. ഈ 2 ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് മൈക്രോസ്പോർസ്. മൈക്രോസ്പോർസ് എന്ന് പറഞ്ഞ പേരുണ്ടെന്ന് നമുക്കറിയാം. എങ്ങനെ? മെയിൽ ഗാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസിങ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് മെഗാസ്പോർ. മെഗാസ്പോർ എങ്ങനെയാണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസിങ്. ഇനി ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്തായിട്ട് ഡെവലപ്പ് ആവും? അവര് മെഗാസ്പോറാഞ്ചിയം ആയിട്ട് ഡെവലപ്പ് ആയി അവര് വിത്തിൻ ദ സ്പോറോഫൈറ്റിന്, അതായത് ഫ്രീ ലിവിംഗ് അല്ലാണ്ട് വിത്തിൻ ദ സ്പോറോഫൈറ്റിന് അവര് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡെവലപ്സ് ഇൻ ടു മെഗാസ്പോർ. എന്തായി? മെഗാസ്പോറാഞ്ചിയം. ആൻഡ് അതെങ്ങനെയാണ്? റീറ്റെയിൻഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റീറ്റെയിൻഡ് വിത്തിൻ നമ്മുടെ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആയിട്ടുള്ള സ്പോറോഫൈറ്റിനുള്ളിൽ റീറ്റെയിൻഡ് ആയി തന്നെ അവരിയ്ക്കും. അപ്പോ റീറ്റെയിൻഡ് ആയിരിക്കുന്ന ആ ഒരു ഇതിനെ നമുക്ക് എന്തെന്നാണ് വിളിക്കുക? സീഡ് ബെയറിംഗ് അല്ലെങ്കിൽ സീഡ് കണ്ടെയ്നിങ്, അതായത് വിത്തിൻ ഇറ്റ് സെൽഫ് അവരെ കണ്ടെയ്ൻ ചെയ്ത് വെക്കാണ് നമ്മുടെ മെഗാസ്പോറാഞ്ചിയം. ആൻഡ് നമ്മുടെ മെഗാസ്പോറാഞ്ചിയം ഓൾറെഡി റീറ്റെയിൻഡ് ആയി. ഇനി ഈ മെഗാസ്പോറാഞ്ചിയത്തിന്റെ ഉള്ളിൽ വേണം എന്ത് ഡെവലപ്പ് ആവാൻ? സൈഗോട്സും എംബ്രിയോസും. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ആവും? സൈഗോട്സും എംബ്രിയോസും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ആവും. ആൻഡ് ഇതിന്റെ ആകെയുള്ള ഒരു പ്രത്യേകത മെഗാസ്പോറാഞ്ചിയം ഡെവലപ്പ് ആയിട്ട് ഇറ്റ് ഇസ് റീറ്റെയിൻഡ് വിത്തിൻ ദി നമ്മുടെ മെയിൻ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ സ്പോറോഫൈറ്റ്. ഇനി ഇതും എവല്യൂഷനും എന്ത് ബന്ധമായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇത്രയും അതായത് സ്പെർമറ്റോഫൈറ്റ് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് കാണുന്നതിന് മുമ്പ് വരെ, അതായത് മോസ്റ്റ് ഓഫ് ദി ടെറിഡോഫൈറ്റ്സിലും ബാക്കിയുള്ള ആൽഗെ ബ്രയോഫൈറ്റ്സിലും എങ്ങനെയാണ്? സീഡ് ബെയറിംഗ് എന്ന് പറഞ്ഞൊരു നേച്ചർ ഇല്ല, കണ്ട് തുടങ്ങിയിട്ടില്ല. പക്ഷെ സഡൻലി എവല്യൂഷൻ വഴി ആൻജിയോസ്പെർം ജിംനോസ്പെർം ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ അവർക്ക് ഈ ഒളിച്ചിരിക്കുന്ന സീഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഹിഡൻ സീഡ് ആയിട്ടുള്ള ഹാബിറ്റ് നമുക്ക് കണ്ടു തുടങ്ങി. ആൻഡ് ഈ ഹിഡൻ ഹാബിറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ സീഡ് വിത്തിൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ഗുണം എന്താന്ന് വെച്ചാല് ഈ റീറ്റെൻഷൻ കാരണം हाँ आज के लिए यही तक रखते हैं. हाँ हाँ कल करते हैं फिर नेक्स्ट सेशन में. हाँ हाँ ठीक है. ओके ഓക്കെ. അപ്പൊ ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവൽ കാണുന്നു. അപ്പൊ ഇത്രയാണ് ഇതിന്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ്. ഈ ആൻസർ ജസ്റ്റ് നോട്ട് ചെയ്യാം. ആൻഡ് ഇതോടെ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. താങ്ക് യു.